ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണി. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, അധിക സമയം നമുക്ക് കളയാനില്ല. കാരണം നമ്മളെ സംബന്ധിച്ചുള്ള കുറഞ്ഞ സമയം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിലെ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിലെ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം, മക്കളെ, ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കിട്ടേണ്ട ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളൊരു സൈലത്തിൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ എന്ത് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്യൂ. അത് കൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതുവരെ ട്യൂഷൻ ഒന്നും പോകാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഓണം എക്സാമിനൊക്കെ മാർക്ക് കുറഞ്ഞ മക്കൾ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടാവും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞത്, ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ നോക്കി ഓരോ ചാപ്റ്ററുകളും പഠിക്കുന്ന സമയത്ത് വലിയ ടഫായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ വിചാരിച്ചതുപോലെ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഞാൻ പറയുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട അടിപൊളിയായിട്ട് ബാച്ചായിട്ടുള്ള നിഞ്ച ബാച്ചിലെ എൻഡ് ഗെയിം എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എൻഡ് ഗെയിമിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഇനിയുള്ള നമുക്ക് തേർഡ് ടേമിലേക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവൈലബിൾ ആണ്. സോ മക്കളെ, സമയം അധികം കളയാനില്ല. നിങ്ങളൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം, എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്തെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് മണലാരണ്യങ്ങളിലൂടെ അല്ലെങ്കിൽ ത്രൂ ദ സാൻഡി എക്സ്പാൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിനകത്ത് ഏറ്റവും നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഉത്തരങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അപ്പോൾ ഇത് ഡെസേർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരുഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് എന്ന് മക്കൾക്ക് എല്ലാ ആൾക്കാർക്കും അറിയുന്നതാണ്. ആദ്യം തന്നെ ഇതിനകത്ത് ചോദിക്കാനുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, മക്കളെ ഇതാ നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് വാസ് ദ റോൾ ഓഫ് ആരവല്ലി റേഞ്ചസ് ഇൻ ഡ്രൈയിങ് അപ്പ് ദ താർ ഡെസേർട്ട്? എക്സ്പ്ലെയിൻ. മക്കളെ, താർ മരുഭൂമിയെ ഓർത്തു വെച്ചോ, താർ മരുഭൂമിയെ വരണ്ടതാക്കുന്നതിൽ ആരവല്ലി പർവ്വതനിരയുടെ പങ്ക് എന്തായിരുന്നു? അതാണ് നമ്മളോട് വ്യക്തമാക്കാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ആരവല്ലി മൗണ്ടൻ റേഞ്ചസിന്റെ പങ്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളത്, താർ മരുഭൂമിയിൽ ആരവല്ലി പർവ്വതനിരയുടെ പങ്ക്. അപ്പോൾ നമ്മൾ അത് പഠിച്ചിരിക്കണം. എന്താണ് ഈ ആരവല്ലി പർവ്വതനിരയുടെ പങ്ക്, എന്താണ് താർ ഡെസേർട്ടിനെ ഇത്രയും വരണ്ടതാക്കുന്നതിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. നോക്ക് മക്കളെ, അതിന്റെ ആൻസർ ഇതാണ്. മക്കൾ ശ്രദ്ധിക്കാതെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയോ. ആദ്യം തന്നെ മാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതിനകത്ത് ഇന്ത്യയുടെ ഈ ഒരു മാപ്പിനകത്ത് നിങ്ങൾ നോക്കി, മക്കളെ ഈ ഒരു ഭാഗം കാണുന്നുണ്ടല്ലോ, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോ. ഈ ഒരു ഭാഗത്താണ് ആരുള്ളത്, ഇതാണ് താർ ഡെസേർട്ട്. ഇവിടെയാണ് ആരുള്ളത്, താർ ഡെസേർട്ട് ഉള്ളത് ഇവിടെയാണ് അല്ലേ, ഇവിടെയാണ് താർ ഡെസേർട്ട്. മക്കളെ, ഈ താർ മരുഭൂമി ശ്രദ്ധിക്കണേ, ഈ താർ മരുഭൂമിയുടെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു ഭാഗത്താണ് ആരുള്ളത്, ആരവല്ലി എന്ത് ചെയ്യുന്നത് ഉള്ളത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്കറിയാം ഇവിടെയാണല്ലോ അറബിക്കടൽ. ഈ അറബിക്കടലിൽ നിന്നും ശക്തമായിട്ടുള്ള കാറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കരയിലേക്ക് ഇതുപോലെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിലേക്കൊക്കെ അറബിക്കടലിൽ നിന്ന് ഇങ്ങനെ സൗത്ത് വെസ്റ്റ് മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എത്തുന്നുണ്ട്. അതിപ്പോൾ എങ്ങനെ എത്തുമ്പോൾ ഷൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, മഴ പെയ്യും അല്ലെ. ഈ കാറ്റെത്തുന്നു, സ്വാഭാവികമായിട്ടും ഈ വെസ്റ്റേൺ ഗാട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ തട്ടുന്നു. തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഷൂ 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 എന്ന് പറഞ്ഞിട്ട് മഴ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചില കാറ്റുകൾ നേരെ മുകളിലോട്ട് കയറും എന്ന് പറഞ്ഞാൽ ഈ പശ്ചിമഘട്ടം കടന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക്, നമ്മുടെ ഗുജറാത്തിൻ്റെയൊക്കെ ആ തീരത്തിലൂടെ ഇതേപോലെ തന്നെ ഇങ്ങോട്ട് കയറും. അങ്ങനെ കയറുന്ന സമയത്ത് ഇതിങ്ങനെ കയറിക്കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ പോയി കഴിഞ്ഞ് ഇവിടെ എത്തുന്ന സമയത്ത് ഈ ആരവല്ലി പർവ്വതനിര എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആരവല്ലി പർവ്വതനിരയ്ക്ക് എന്ത് ചെയ്യും, തട്ടും. ഈ ആരവല്ലി പർവ്വതനിരയ്ക്ക് തട്ടുന്ന സമയത്ത് സംഭവിക്കുന്നത്, ഈ കാറ്റുകൾ നേരെ വഴി മാറി ഈ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യും, കാറ്റുകൾ പോകും. അപ്പോഴെന്താ സംഭവിക്കുന്നത്, ഈ ആരവല്ലിയുടെ ഈ കിഴക്ക് ഭാഗം, അതായത് ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും, ശക്തമായിട്ടുള്ള മഴ എന്ത് ചെയ്യും, ലഭിക്കും. അപ്പോഴെന്താ സംഭവിക്കുക വെച്ചാൽ, ആരവല്ലിയുടെ ഈ ഒരു പടിഞ്ഞാറ് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, അതായത് താർ ഡെസേർട്ടിന്റെ ഭാഗം, അവിടേക്ക് കാറ്റുകൾ എത്തുന്നില്ല. കാരണം ഈ കാറ്റുകളെ ആരവല്ലി ബ്ലോക്ക് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, കടത്തി വിടുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലൈവിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ആരവല്ലി എന്ന് പറഞ്ഞാൽ അതാരാണ്, അതൊരു നാഗവല്ലിയാണ്. ആരവല്ലി ശരിക്കും എന്താണ്, ഒരു നാഗവല്ലിയാണ്. അപ്പോൾ നാഗവല്ലിയാണെന്ന് എന്തുകൊണ്ട് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഇതാണ് മക്കളെ, നാഗവല്ലിയുടെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താണ്, മനുഷ്യത്തായി നാഗവല്ലി പറയുന്ന സ്ഥിരമായിട്ടുള്ള ഒരു ഡയലോഗാണ്, വിടമാട്ടെ ഉന്നെ ഞാൻ വിടമാട്ടെ. കറക്റ്റാണ്. ഇതാ ഇവിടെ പറഞ്ഞില്ലേ, ഈ ആരവല്ലി വിടമാട്ടെ, വിടുന്നില്ല. ആരെ വിടുന്നില്ല, ഈ മൺസൂൺ കാറ്റുകളെ ഇവിടുന്ന് വിടുന്നില്ല. അതുകൊണ്ടാണ് ഈ താർ ഡെസേർട്ട് ഇതേപോലെ തന്നെ വളരെ ഡ്രൈ ആയിട്ട്, വളരെ വരണ്ടതായിട്ട് എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചൂടാ. എന്തുകൊണ്ട് നമ്മൾ താർ മരുഭൂമി ഇത്തരത്തിലേക്ക് വരണ്ടതായി മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ ആരുടെ പങ്ക് തന്നെയാണ്, പ്രധാനമായിട്ട് നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ടുള്ള ആരവല്ലി മൗണ്ടൻ റേഞ്ചസിന്റെ പങ്ക് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുത്ത് കാണിക്കേണ്ടത് കേട്ടോ. ആള് ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നോക്കാം മക്കളെ, എന്തൊക്കെയാണ് ഇതിൽ വരേണ്ട പോയിന്റുകൾ നോക്കിയോളൂ. നോക്കോ, ദ പ്രസൻസ് ഓഫ്
Aravalli Hills act as a barrier to the monsoon wind. The Aravalli mountain ranges parallel to the path of southwest monsoon wind, blocking moisture-laden winds from the reaching this region. This result a very low rainfall, making Thar desert arid. മകൾ ശ്രദ്ധിക്കണം, പ്രധാനമായിട്ട് അവിടെ പറയുന്നുണ്ട് ഈ പറഞ്ഞ മൺസൂൺ കാറ്റിന് തടസ്സമായി ആരവല്ലി മരനിരയുടെ സാന്നിധ്യം അങ്ങനെ ഈ പറയുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ പാതയ്ക്ക് സമാന്തരമായി പോകുന്നു. അങ്ങനെ ഈർപ്പം നിറഞ്ഞ കാറ്റ് ഈ പ്രദേശത്തേക്ക് എത്തുന്നത് തടയുന്നു അല്ലേ. അപ്പൊ ഈർപ്പം നിറഞ്ഞ കാറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, തടയുന്നു. ഇത് കുറഞ്ഞ മഴയ്ക്ക് കാരണമാകുന്നു. അതുകൊണ്ട് താർ മരുഭൂമിയെ വരണ്ടതാക്കുന്നു. ഇത്രയും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളണം. അപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ആരവല്ലി മൗണ്ടൈൻ റേഞ്ചസ് ഉള്ളതുകൊണ്ട് സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കണം, ഇത് വെസ്റ്റ്, ഇതുപോലെ തന്നെ ഇത് സൗത്ത് അല്ലെ. എല്ലാവർക്കും അറിയാം ഈ വെസ്റ്റ് സൗത്ത്, ശ്രദ്ധിക്കണേ. അപ്പൊ സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക്, അതേപോലെ തന്നെ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വരുന്ന മൺസൂൺ കാറ്റിനെയാണ് ആര് തടഞ്ഞു നിർത്തുന്നത്, ആരവല്ലി മൗണ്ടൈൻ റേഞ്ചസ് തടഞ്ഞു നിർത്തി. ഇതേപോലെ തന്നെ നമ്മുടെ താർ മരുഭൂമിയിലേക്ക് ഇതേപോലെ എന്ത് ചെയ്തത്, മഴ പെയ്യാതെ ഇരിക്കാനുള്ള കാരണം കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റെഡി. ഇനി കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക, ആ ഭാഗത്ത് നിന്ന് ഇതിപ്പോൾ ഒരു 3 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര മാർക്കിന് ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് കേട്ടോ. പഠിച്ചു വെച്ചോളം, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു 3 മാർക്കിന്. ഓക്കെ, റെഡി. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്, അടുത്തൊരു ക്വസ്റ്റ്യൻ മക്കളെ ഈ താർ ഡെസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കുകയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ഒരു 2 മാർക്ക്, ഒരു 2 മാർക്കിനാണ് എന്ത് ചെയ്യുക, ചോദിക്കുക. ചോദ്യം ഇതാണ്, സ്പെസിഫൈ ദ നാച്ചുറൽ ബൗണ്ടറീസ് ഓഫ് ദി താർ ഡെസേർട്ട്. താർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ വ്യക്തമാക്കുക. താർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ മക്കളെ അതൊന്നും നമ്മൾ പഠിച്ചു വെച്ചോളാം. താർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ ഏതൊക്കെയാണ്? നിങ്ങൾ നോക്കിയോളൂ, അവിടെ പറയുന്നുണ്ട് താർ ഡെസേർട്ട് എവിടെയാണ്. നിങ്ങൾ നോക്കുക, ഇവിടെയാണ് താർ ഡെസേർട്ട്. താർ ഡെസേർട്ട് ഇവിടെയാണ്. നമുക്കറിയാം താർ മരുഭൂമിയുടെ പ്രധാനപ്പെട്ട അതിരുകൾ നോക്കുമ്പോൾ ഇവിടെ നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കണേ, ഈ നോർത്ത് എന്ന് പറഞ്ഞാൽ ഈ വടക്ക്. അതുപോലെ തന്നെ സൗത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല തെക്കാണ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്കാണ്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പടിഞ്ഞാറാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, പ്രധാനമായിട്ടും വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ഈ പറഞ്ഞ സത്ലജ് റിവർ ബേസിനാണ്, സത്ലജ് നദീതടാണ്. അതായത് ഇതിലിങ്ങനെ സത്ലജ് നദി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുകുന്നുണ്ട്. അതേപോലെ തന്നെ മക്കൾ മനസ്സിലാക്കി വെക്കുക, ഇതിന്റെ തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ റാൺ ഓഫ് കച്ച്. തെക്ക് ഭാഗത്ത് എന്താണ്, റാൺ ഓഫ് കച്ചാണ് തെക്ക് ഭാഗത്ത് വരുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്താണെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന നാഗവല്ലി അല്ല ആരവല്ലിയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കിടക്കുന്നത്. അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കാം, പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ഇൻഡസ് റിവർ ബേസിനാണ് ഇവിടെ ഉള്ളത്, പടിഞ്ഞാറ് ഭാഗത്തുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട താർ മരുഭൂമിയുടെ പ്രധാനപ്പെട്ട സ്വാഭാവികമായ അതിരുകൾ കാണുന്നത് കേട്ടോ. ദ നാച്ചുറൽ ബൗണ്ടറീസ് ഓഫ് താർ ഡെസേർട്ട് ഓർത്ത് വെച്ചോളൂ, താർ മരുഭൂമിയുടെ സ്വാഭാവികമായ അതിരുകൾ. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം, തെക്ക് റാൺ ഓഫ് കച്ച്, കിഴക്ക് ആരവല്ലി, അതുപോലെ തന്നെ പടിഞ്ഞാറ് സിന്ധു നദീതടം കേട്ടോ. അത് പഠിച്ചു വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഓർത്ത് വെച്ചോളാം കേട്ടോ. റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഇത് പഠിച്ചു വെച്ചോളാം കേട്ടോ. ഓക്കെ, റെഡി. ഇനി കുഞ്ഞുങ്ങളെ അടുത്തത് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്താണ് നമുക്ക് ഇനി അടുത്തത് പറയാനുള്ളത്, പ്രധാനപ്പെട്ട ഒരു അടുത്ത ചോദ്യത്തിലേക്കാണ്. ചോദ്യം ഇതാണ് മക്കളെ, റൈറ്റ് ദ നെയിംസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ്. മക്കളെ താർ മരുഭൂമിയിലെ വ്യത്യസ്ത ഭൂവിഭാഗങ്ങളെ പേരെഴുതാനാണ്. അതായത് താർ ഡെസേർട്ടിനുള്ള വ്യത്യസ്തമായ ഭൂവിഭാഗങ്ങളുടെ പേരെഴുതാൻ. അത് ഏതൊക്കെ ഭൂവിഭാഗങ്ങളാണ് മക്കളെ? ഒന്നാമത്തെ നിങ്ങൾ നോക്കിയോ, ഡിഫ്ലേഷൻ ഓളോ, ഇതുപോലെ തന്നെ അപവഹന ഗർത്തങ്ങൾ. നിങ്ങൾ നോക്കിയോ, ഇതാണ് അപവഹന ഗർത്തങ്ങൾ കേട്ടോ. ഇതേപോലെ തന്നെ വലിയ ഗർത്തങ്ങൾ, ഇതാണ് അപവഹന ഗർത്തങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തത് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ കേവ്സ് ആണ്, ഗുഹകൾ. നിങ്ങൾ നോക്കിയോ, ഇതേപോലെ തന്നെ മരുഭൂമിയിൽ ഇതേപോലെ തന്നെ കേവ്സ് അല്ലെങ്കിൽ ഗുഹകൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അതാണ് സെക്കൻഡ് വൺ, കേവ്സ് അല്ലെങ്കിൽ ഗുഹകൾ. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് മൂന്നാമത്തേത് വരുന്നത് മഷ്റൂം റോക്സുകളാണ്. മഷ്റൂം റോക്സ് അതായത് കൂണിന്റെ രീതിയിലേക്കുള്ള ശിലകളാണ് ഇത് മഷ്റൂം ശിലകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കൂൺ ശിലകൾ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന കാറ്റ് വരുന്നു, കാറ്റ് വന്ന സമയത്ത് പാറയിൽ തട്ടുന്നു, തട്ടിക്കഴിഞ്ഞാൽ പാറയുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പൊടിഞ്ഞു പോകുന്നു. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ഹാർഡ് ആയിട്ടുള്ള അല്ല ഉറപ്പുള്ള ഭാഗങ്ങൾ മാത്രം അവിടെ നിൽക്കും. അങ്ങനെ ഒരു കൂണിന്റെ ഷേപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു കൂണിന്റെ ആകൃതിയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ശിലകളെയാണ് നമ്മൾ കൂൺ ശിലകൾ അല്ലെങ്കിൽ മഷ്റൂം റോക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മഷ്റൂമിന്റെ ഷേപ്പിലാണ് ഇത് ഫോം ചെയ്യുന്നത് കേട്ടോ. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഫോം ആണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ലാൻഡ് ഫോം ഡെസേർട്ടിനകത്തുള്ള ഇതാണ് സാൻഡ് ഡ്യൂൺസ്. നാലാമത്താണ് മക്കളെ ശ്രദ്ധിക്കുക, ഇതാണ് സാൻഡ് ഡ്യൂൺസുകൾ. സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ മണൽ മേടുകളാണ്. അതായത് ഈ പറയുന്ന കാറ്റടിക്കുന്ന സമയത്ത് ഈ പറയുന്ന മണലുകളൊക്കെ തന്നെ ഈ പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യും, അവിടെ കിടക്കും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വരുന്നതാണ് സാൻഡ് ഡ്യൂൺസ് അല്ലെങ്കിൽ മണൽ മേടുകൾ എന്ന് പറയുന്നത് കേട്ടോ. സാൻഡ് ഡ്യൂൺസ് അല്ലെങ്കിൽ മണൽ മേടുകൾ. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് ഇൻ താർ ഡെസേർട്ട്. മക്കളെ താർ മരുഭൂമിയിലെ
വ്യത്യസ്ത ഭൂവിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഇതൊക്കെയാണെന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് വൺ മക്കൾ ശ്രദ്ധിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ കാറ്റഗറീസ് ഓഫ് താർ ഡെസേർട്ട്? മക്കളെ, താർ മരുഭൂമിയുടെ പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങൾ ഏതെല്ലാം നമുക്കത് നോക്കണം. താർ ഡെസേർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങൾ, അതിൽ ഒന്നാമത്തത് മരുസ്ഥലിയാണ്, രണ്ടാമത്തത് രാജസ്ഥാൻ ബാഗറാണ്. മക്കളെ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒന്നാമത്തത് മരുസ്ഥലിയും രണ്ടാമത്തെ ഏതാണ്, രാജസ്ഥാൻ ബാഗറുമാണ്. മരുസ്ഥലി ആൻഡ് രാജസ്ഥാൻ ബാഗർ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. മക്കൾ ശ്രദ്ധിക്കുക, ഈ മരുസ്ഥലി എന്ന് പറഞ്ഞാൽ അത് വളരെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന, അതായത് ഇതൊരു വരണ്ട സ്ഥലമാണ്, യഥാർത്ഥ മരുഭൂമി മേഖലയാണ്, വളരെ ഡ്രൈ ആയി കിടക്കുന്നതാണ് ഇത് മരുസ്ഥലി. എന്നാൽ രാജസ്ഥാൻ ബാഗർ എന്ന് പറഞ്ഞാൽ അതൊരു സെമി ഡ്രൈഡ് ഏരിയ ആണ്, സെമി അറൈഡ് ഏരിയ ആണ്, അതായത് അർദ്ധ മരുഭൂമി മേഖലയാണ്. അത് നിങ്ങൾ നോക്കിയാൽ അതായത് നേരത്തെ പറഞ്ഞ പോലെ മരുസ്ഥലി പോലെ തന്നെ അങ്ങനെ ഡ്രൈ ഒന്നല്ല. ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലത്തൊക്കെ എന്ത് ചെയ്യാം, പച്ചപ്പുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ കുറച്ച് പച്ചപ്പുകളൊക്കെ കാണുന്നില്ലേ? അപ്പൊ അങ്ങനെ പച്ചപ്പൊക്കെയുള്ള സ്ഥലങ്ങൾ, അതാണ് അർദ്ധ വരണ്ട സമതലം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയോ, രാജസ്ഥാൻ ബാഗർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെമി അറൈഡ് പ്ലെയിൻ ആണ്, ഒരു അർദ്ധ വരണ്ട സ്ഥലമാണ്. അതായത് ഫുള്ളായിട്ട് എന്തല്ല വരണ്ട് കിടക്കുന്ന സ്ഥലമല്ല, ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലത്തൊക്കെ ഉണ്ടാവും പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ മരുസ്ഥലി എന്ന് പറഞ്ഞാൽ പക്ക എന്താണ്, മരുസ്ഥലി നോക്കിയാൽ മതി, പക്ക ഇതേപോലെ തന്നെ എന്താണ്, ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കി കേട്ടോ. അതാണ് അറൈഡ് പ്ലെയിൻ ആണ്, അല്ലെങ്കിൽ അതൊരു ഡെസേർട്ട് റീജിയൻ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഓർത്ത് വെച്ചോളേ, അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത എന്താണ്, കൂടുതലാണ്. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? യെസ്, റെഡി 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 റെഡി. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ് 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 സെറ്റ്. ഇനി മക്കളെ നാം നോക്കിക്കോളൂ, ഈ ഒരു ഡെസേർട്ട് റീജിയനകത്ത് നോക്കണം, ഈ മരുഭൂമി പ്രദേശത്തിനകത്തൊക്കെയുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ കുറച്ച് അഡ്വേഴ്സ് കണ്ടീഷൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അതായത് എന്തൊക്കെ അഡ്വേഴ്സ് കണ്ടീഷൻസ് ആണ്, പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ഇങ്ങനത്തെ മരുഭൂമികളിലൊക്കെ ഉള്ളത്, അതൊന്നും നമുക്ക് നോക്കണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ, വാട്ട് ആർ ദ അഡ്വേഴ്സ് കണ്ടീഷൻസ് ഓഫ് ഇൻ ദി ഡെസേർട്ട്? മരുഭൂമിയിലെ പ്രതികൂല സാഹചര്യങ്ങൾ എന്തെല്ലാം? ഒരു ഡെസേർട്ട് റീജിയനിൽ എന്തൊക്കെ പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ട് മക്കളെ നോക്കിയോളൂ. മരുഭൂമിയിൽ ഒന്ന് ടെമ്പറേച്ചർ തന്നെ അല്ലേ, ടെമ്പറേച്ചർ റീച്ച് 50 ഡിഗ്രി സെൽഷ്യസ് ഇൻ സമ്മർ. മക്കളെ വേനൽക്കാലത്ത് താപനില 50 ഡിഗ്രിയിലേക്ക് എന്ത് ചെയ്യുന്നു, താപനില ഇതുപോലെ തന്നെ ഉയരുന്നു. അതൊരു പ്രശ്നം തന്നെയാണല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഭയങ്കരമായിട്ടുള്ള എന്തുണ്ട്, താപനില ഉണ്ട്, ഭയങ്കരമായ താപനില എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ മക്കളെ സെവർ വാട്ടർ ഷോർട്ടേജ് അല്ലേ, നമുക്ക് എന്ത് ഫേസ് ചെയ്യുന്നുണ്ട്, വാട്ടർ ഷോർട്ടേജ് ഇതുപോലെ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്, ജലക്ഷാമം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ പല സ്ഥലങ്ങളിലും ഏകദേശം കിലോമീറ്ററുകളോളം, രാജസ്ഥാനിലൊക്കെ കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് വെള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. ഭയങ്കരമായ ജലക്ഷാമം എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട്, വാട്ടർ ഷോർട്ടേജ് ഉണ്ട്. അതേപോലെ തന്നെ മക്കളെ നമുക്ക് ലാക്ക് ഓഫ് റെയിൻഫാൾ ഉണ്ട് അല്ലേ, ഈ പറയുന്ന മഴയുടെ കുറവുണ്ട്. മക്കളെ കേരളത്തിനകത്ത് നല്ല ശക്തമായിട്ട് മഴ ലഭിക്കുന്നില്ലേ, മഴക്കാലത്ത് നല്ല മഴ ലഭിക്കല്ലോ. അങ്ങനെ കേരളത്തിനകത്ത് ഒരു ദിവസം പെയ്യുന്ന മഴയുണ്ടല്ലേ, ആ ഒരു ദിവസം പെയ്യുന്ന മഴയാണ് ഇങ്ങനത്തെ രാജസ്ഥാനിൽ ഒരു വർഷം കൊണ്ട് പെയ്യുന്നത്. മക്കളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ മഴക്കാലത്ത് നമുക്ക് നല്ല മഴയുള്ള സമയത്ത് നമുക്കൊരു ദിവസം എത്ര മഴ കിട്ടുന്നോ ആ മഴ എന്ന് പറയുന്നത് രാജസ്ഥാനിൽ ഒരു വർഷം കൊണ്ടാണ് കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും മഴ കുറവാണ്. അതുപോലെ തന്നെ സ്ട്രോങ് വിൻഡ്സ് അല്ലേ, ശക്തമായിട്ടുള്ള കാറ്റുണ്ട് അല്ലേ, ഭയങ്കരമായിട്ടുള്ള ഒരു സാധനമാണ് ശക്തമായ കാറ്റ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല, വളരെ എന്താണ് ഫാസ്റ്റ് ആയിട്ടുള്ള കാറ്റുകളാണ്. നമ്മളൊക്കെ ശരിക്കും പറന്നു പോകും, അങ്ങനെയുള്ള കാറ്റുകളാണ്. ഈ കാറ്റുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് റോഡുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, ആ റോഡിൻ്റെ മുകളിലൊക്കെ തന്നെ ഇതുപോലെ തന്നെ മണലുകളൊക്കെ വന്ന് അടിഞ്ഞ് കിടക്കുക ചെയ്യുക. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിലേക്ക് ആൾക്കാർക്കൊന്നും പാസ് ചെയ്ത് പോകാൻ പോലും എന്ത് ചെയ്യുന്നില്ല, കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, റെഡി. അതേപോലെ തന്നെ നെക്സ്റ്റ് മക്കളെ അടുത്തൊരു പോയിന്റ് കൂടിയുണ്ട്. നിങ്ങൾ നോക്ക്, എ ഗുഡ് റോഡ് നെറ്റ്വർക്ക് ആർ നോട്ട് പോസിബിൾ ഇൻ ദീസ് ഡെസേർട്ട്. ഒരു മികച്ച റോഡ് ശൃംഖല മരുഭൂമിയിൽ എന്തല്ല, സാധ്യമല്ല. അത് മരുഭൂമിയിലൊന്നും നമുക്ക് അങ്ങനെ റോഡ് ശൃംഖല ഒന്നും കറക്റ്റ് റോഡ് ശൃംഖല ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ വേറൊന്നുമല്ല, ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ടാറില്ലേ, ആ ടാറ് വരെ എന്ത് ചെയ്യും, പൊള്ളിപ്പോരും. അതാണ് അവസ്ഥ, ടാറ് വരെ പൊള്ളിപ്പോരും. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണുന്നില്ലേ, ആ ടാറ് വരെ എന്താണ്, പൊള്ളി പോന്നിട്ടുണ്ട്. അതാണ്. ഇനി അടുത്തത് നോക്ക് മക്കളെ, അടുത്ത് നിങ്ങൾ നോക്ക്, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. അടുത്താണ് ഇത്, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. മക്കളെ ഒരു വാർത്താവിനിമയ സൗകര്യങ്ങളുടെ കുറവും എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. വാർത്താവിനിമയ സംവിധാനങ്ങളുടെ കുറവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പ്രധാനമായിട്ടും ഒരു ഡെസേർട്ട് റീജിയനകത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് എത്തണമെങ്കിലും എന്താണ്, അടുത്ത് വീടോ കാര്യങ്ങളോ ഉണ്ടോ. അത് നിങ്ങൾ നോക്കി, ഇതൊരു ഡെസേർട്ട് റീജിയനാണ്, ഇവിടെ എവിടെയെങ്കിലും വീട് കാര്യങ്ങളുണ്ടോ. ഇനിയിപ്പോൾ ഒരു വീടുണ്ടെങ്കിൽ തന്നെ അത്രയും ദൂരത്ത്, കിലോമീറ്ററോളം ദൂരത്ത് വേണം നമുക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എന്താണ്, വളരെ കുറവാണ്. സോ ഇതാണ് ഇത്രയും വരുന്നത്. മക്കളെ ഇത്ര മാത്രമല്ല, ഇനിയും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. അതൊക്കെ നമ്മൾ എവിടെ പറയുന്നറിയോ, ഇന്ന് നമുക്ക് നടക്കാനുള്ള പബ്ലിക് ലൈവ് ഉണ്ട്. ആ പബ്ലിക് ലൈവിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളല്ലേ, നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങളല്ലേ, ആ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പറയും മക്കളെ. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിനകത്തുള്ളത്. മക്കൾ ഇനി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിർബന്ധമായി കമൻറ്റ് ചെയ്യുക. എത്തരത്തിലേക്കുള്ള ക്വസ്റ്റ്യൻസുകളാണ്, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഏത്
ഏതുമായി ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വേണ്ടത് എന്ന് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. സോ അത്രയും പറഞ്ഞുകൊണ്ട് മക്കളെ നിർത്തുന്നു. സോ എൻഡ് ഗെയിം ബാച്ചിനെ കുറിച്ച് മറക്കണ്ട. എല്ലാ ആൾക്കാരും തന്നെ സൈലത്തിന്റെ നിഞ്ച ബാച്ചിലെ എൻഡ് ഗെയിമിനകത്ത് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് മക്കളെ, ഓൾ ദി ബെസ്റ്റ്. സോ ഇന്ന് പബ്ലിക് ലൈവ്, നാളെ നമ്മുടെ പ്രധാനപ്പെട്ട മോർണിംഗ് ബൂസ്റ്റർ. ആ മോർണിംഗ് ബൂസ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബായ് മക്കളെ, ബായ്. കാണാട്ടോ, കാണാം. ബായ്.